കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ വിജയകരമായ നവകേരള സദസ്സിൻ്റെ ആ ഒരു യാത്ര, അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന അതിൻ്റെ ഫോളോ അപ്പ് മീറ്റിങ്ങുകൾ, യോഗങ്ങൾ, അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നു. ഓരോ നാട്ടിൽ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് ആൾക്കാരുമായിട്ട് സംവദിക്കുന്നു, യുവാക്കളുമായിട്ട്, വിദ്യാർത്ഥികളുമായിട്ട്, മറ്റുള്ളവരുമായിട്ട്, വിവിധ ജനവിഭാഗങ്ങളുമായിട്ട്. അതിൻ്റെ ഫോളോ അപ്പ് കൃത്യമായിട്ട് നവകേരള സദസ്സിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് നവകേരള സദസ്സ് വൻ വിജയമായപ്പോൾ ഇരിക്കപ്പുറതി ഇല്ലാണ്ടായ UDF കോൺഗ്രസും പ്രഖ്യാപിച്ച ഒരു ജനവിചാരണാ സദസ്സുണ്ട്, കുറ്റവിചാരണാ സദസ്സ്. അത് തുടങ്ങി പിന്നെ അത് എവിടെ എത്തിയെന്നോ എവിടെ അവസാനിച്ചെന്നോ ഒരു കൃത്യമായ ഒരു വിവരം ഇപ്പോഴും നമുക്കില്ല. അത് ചീറ്റിപ്പോയി, നനഞ്ഞ പടക്കം പോലെ. എന്നാലിനി ഞങ്ങൾ എന്തെങ്കിലും കാണിക്കും. ഞങ്ങളുടെ പ്രസിഡന്റ് കെ സുധാകരൻ അമേരിക്കയിൽ പോയി ചികിത്സ നടത്തി ആരോഗ്യം വീണ്ടെടുത്ത് വന്നിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചൊരു പദയാത്ര നടത്തുകയാണ്. ഞങ്ങളും തമ്മിൽ കെ സുധാകരനും VD സതീശനും അങ്ങനെ വടക്കുന്ന് തെക്കോട്ട് ആരംഭിച്ചു. ഇത് അന്ന് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു, ഇത് എവിടെ ചെന്ന് അവസാനിക്കും, ഞങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ടീം ആലപ്പുഴയിൽ എത്തിയപ്പോഴത്തേന് ടീം സമരാഗ്നി ജാഥ ഒരു തെറിയാഗ്നി ജാഥയായിട്ട് അധപ്പതിച്ചു എന്ന് പറയുന്നത്. മാധ്യമങ്ങളുടെയൊക്കെ ഓൺ ചെയ്ത മൈക്കിനും ക്യാമറയ്ക്കും മുന്നിൽ വേദിയിലിരുന്ന് തൊട്ടടുത്ത DCC നേതാക്കൾ, അതുപോലെ മുതിർന്ന വനിതാ നേതാവ് ഷാനിമോൾ ഉസ്മാൻ, അവിടെ അതിൻ്റെ നടുക്കിരുന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ചോദിക്കുകയാണ്, മൈക്കല്ല ഉദ്ദേശിച്ചത് കേട്ടോ, മുമ്പിലെല്ലാം മൈക്കുണ്ട്, ചാനലുകളുടെ സംസാരിക്കാൻ മൈക്കുണ്ട്, അതല്ല മൈക്കല്ല ഉദ്ദേശിച്ചത്. മൈക്ക് എവിടെ, ഇതെന്തൊരു മൈക്ക്? ഞങ്ങൾക്കത് ബാക്കി മുഴുമിപ്പിക്കാൻ പറ്റുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് വീഡിയോ. ഷാനിമോൾ ഉസ്മാൻ പറയുന്നുണ്ട്, മൈക്കും ക്യാമറയെല്ലാം ഓണാണ് കേട്ടോ പ്രസിഡന്റ്, മൈക്കും ക്യാമറയെല്ലാം ഓണാണ്. ഓൾറെഡി ഓണായ മൈക്കിൽ ക്യാമറയിൽ ഈ പറഞ്ഞ വാചകം പതിഞ്ഞു കഴിഞ്ഞു. തെറി. അങ്ങനെ സമരാഗ്നി ഒരു തെറിയാഗ്നിയായിട്ട് ഇങ്ങനെ പരിണമിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ കോട്ടയം ജില്ല കഴിഞ്ഞിട്ട് എത്തിയിരിക്കുന്നത്. ഈ തെറി എവിടുന്നാണ് വന്നത്? അത് പ്രതിപക്ഷ നേതാവ് വരാൻ വൈകിയപ്പം ഈ ക്ഷമകെട്ട പ്രസിഡന്റ് എവിടെ പോയി കിടക്കുക എന്നുള്ള ഒരു സെൻസിൽ ഇങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് ഈ അപ്പൊ അതിനെ നമ്മൾ ഒന്ന് ലഘൂകരിച്ച് പ്രതിപക്ഷ നേതാവ് എവിടെ പോയി കിടക്കുകയാണെന്ന് അങ്ങ് എടുത്താൽ മതി, പ്രശ്നം തീരും അവിടെ. അത് മ്യൂട്ട് ചെയ്യാതെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഒരു മുതിർന്ന സീനിയർ വനിതാ നേതാവിനെ വരെ വേദിയിൽ ഇരുത്തിയിട്ടാണ് നമ്മുടെ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ഈ പ്രകടനം നടത്തുന്നത്. അമ്പമ്പോ നമിച്ചുപോയി. ഈ പ്രസ്ഥാനം എവിടെ എത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് ഏറ്റവും ഒടുവിലത്തെ ആലപ്പുഴയിലെ ഈ അരങ്ങേറിയത്. ഒരു പ്രസ് മീറ്റ് മാധ്യമ സമ്മേളനം വിളിക്കുമ്പോൾ അവിടെ നടന്ന ഇക്കാര്യത്തിൽ ഞങ്ങൾ VD സതീശനൊപ്പമാണ്. സതീശനോട് ഇങ്ങനെ പെരുമാറേണ്ടിയിരുന്നില്ല. സതീശൻ, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണ്. നിങ്ങൾക്കൊരു ഐക്യദാർഢ്യം ഞങ്ങൾ ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകണം. നിങ്ങൾ ഇത്തിരി വൈകിയെത്തിയാൽ ഇങ്ങനെയാണോ ഒരു പ്രസിഡന്റ് പെരുമാറേണ്ടത്? നാളെ കോട്ടയത്ത് വെച്ചിട്ട് ഈ മൈക്ക് മാറ്റുന്ന മറ്റൊരു നാടകം നമ്മൾ കണ്ടതാണ്. മൈക്ക് അങ്ങോട്ട് മാറ്റുന്നു, മൈക്ക് ഇങ്ങോട്ട് മാറ്റുന്നു, അങ്ങോട്ട് മാറ്റുന്നു, ഇങ്ങോട്ട് മാറ്റുന്നു. എന്താണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇതിനിടയിൽ മറ്റേ സീറ്റ് ചർച്ച വരുന്നത്, ലീഗിന് ഒരു സീറ്റ് കൂടെ കൊടുക്കണമെന്ന് KC വേണുഗോപാലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് അടുത്ത പാര. അപ്പൊ അതിന് കെ സുധാകരനും KPCCയും VD സതീശൻ പ്രതിപക്ഷ നേതാവും എന്തു പറയും ആവും? KC വേണുഗോപാൽ ചില്ലറ പുള്ളിയല്ല. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ ഇരുന്നിട്ട് ഹൈക്കമാൻഡിനെ നിയന്ത്രിക്കുന്ന കൺട്രോൾ കൈയാണ്. അദ്ദേഹമാണ് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നു, ലീഗിന് ഒരു സീറ്റൂടെ അതിനുള്ള അർഹതയുണ്ട്, ലീഗിന് അതിനുള്ള ന്യായമുണ്ട് ലീഗിന്. ഇത് ഹൈക്കമാൻഡിന്റെ അഭിപ്രായമാണോ KC വേണുഗോപാൽ പറഞ്ഞത് എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. അത് KPCC വൈകാതെ ചർച്ച ചെയ്യും. ചർച്ച മാറ്റിവെച്ചതാണ് ലീഗുമായിട്ടുള്ള സീറ്റ് ചർച്ച.
ലോക്സഭയുടെ. പെട്ടെന്ന് ഇപ്പം ചെയ്യേണ്ടി വരും. അതിൻ്റെ ഇടയിലാണ് ആലപ്പുഴയിലെ ഈ മൈ പ്രതിപക്ഷ നേതാവ് പ്രയോഗം വന്നിരിക്കുന്നത്. എന്താ ഇവർക്കൊക്കെ പറ്റിയതെന്ന് നമ്മൾക്ക് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. എന്തൊരു നിലവാരമാണ് ഈ കോൺഗ്രസ്സിന് ഇപ്പോൾ വന്നുവിട്ടിരിക്കുന്നത്. എന്തൊരു നിലവാര തകർച്ചയാണ്. പരസ്യമായിട്ട് വേദിയിലിരുന്ന് വനിതാ നേതാക്കളെ വരെ അടുത്തിരുത്തിയിട്ട് തെറി പറയുക. ആര്? KPCCയുടെ പ്രസിഡന്റ് പരസ്യമായിട്ട്. ആര്? പ്രതിപക്ഷ നേതാവ് വരാൻ വൈകിയതിന്. അപ്പോൾ ആരെയാണ് തെറി വിളിച്ചത് എന്ന് മനസ്സിലായില്ല. ഇനി VD സതീശൻ പ്രതിപക്ഷ നേതാവിൽ പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് മാത്രമേ ഞങ്ങൾക്ക്